വളരെ വലിയ വിശാലമായൊരു എൻവയോൺമെൻറ്റ്, മരങ്ങളും കായ്കളും പൂക്കളും ഒക്കെ ഉള്ള ഒരു എൻവയോൺമെൻറ്റ് 3Dയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ അതിനൊന്നും കേപ്പബിൾ അല്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെൻഡറിങ് ടൈമിനെ ഒന്നും അഫക്റ്റ് ചെയ്യാതെ കമ്പ്യൂട്ടറിനെ കൊല്ലാതെ എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത് നോക്കാൻ വരും. ഇതിനു വേണ്ടി നമുക്ക് ആൽഫ ട്രീസ് എന്ന് പറയുന്ന ഒരു ആഡാണ് ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ചിക്കിലി കിട്ടും. ഇത് പെയ്ഡ് ആഡാണ്, പക്ഷേ പൈസ കൊടുത്താലും മുതലാകുന്ന ഒരു ആഡാണ്. കാരണം ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാം. എന്തായാലും 3D മെഷേഴ്സ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനെ കൊല്ലുന്നതിനേക്കാളും നല്ലതാണ്. ഈ ആഡ് ഓൺ ഇമേജ് പ്ലെയിൻസ് ആണ് കൊണ്ടുവന്ന് എൻവയോൺമെൻറ്റിൽ ആഡ് ചെയ്യുന്നത്. വെറും ഇമേജ് പ്ലെയിൻസ് അല്ല. ഈ ഇമേജ് പ്ലെയിൻസിൽ നോർമൽ മാപ്പ്, റഫറൻസ് മാപ്പ് അങ്ങനെയെല്ലാം പ്രീ ബിൽഡാണ്. നമ്മുടെ എൻവയോൺമെൻറ്റ് ഏത് ലൈറ്റിങ്ങിലാണോ ആ ലൈറ്റിങ്ങുമായിട്ട് മാച്ച് ആകുന്ന തരത്തിലാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എനിവേ അതുപോലെ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഈ ഫയൽ സാധാരണ പോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് പ്രീസെറ്റ്സ് ഉണ്ട്. ഈ കാണുന്ന ഫോൾഡറിൽ വന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1 GB അടുപ്പിച്ചുള്ളൊരു പ്രീസെറ്റ് ഫയലും കൂടി കിട്ടും. അതിനകത്താണ് ഈ പറയുന്ന ട്രീസൊക്കെ ഉള്ളത്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രീസെറ്റ് നമ്മൾ ആഡ് ഓണിൽ ബ്ലെൻഡർ ഇൻ്റർഫേസിൽ നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. വലിയൊരു എൻവയോൺമെൻറ്റ് ജസ്റ്റ് ഞാൻ പെട്ടെന്നൊന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് എനിക്ക് കുറച്ച് ട്രീസ് ആഡ് ചെയ്യണം. ആൽഫ ട്രീസ് ഇവിടെ വന്ന് കിടക്കും. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ വന്ന് ഈ പ്ലെയിൻ പ്രസ് ചെയ്തിട്ട് നമ്മളെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് നമുക്ക് കാണാം. ഒബ്ജക്റ്റിൽ വന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ട്രീസ് ഉണ്ട്. അതിൻ്റെ സൈസ് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അളവനുസരിച്ച് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ പ്ലേസ് ചെയ്യാം. ഞാനിവിടെ പാർട്ടിക്കിളിൽ വരുന്നു. ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതാ നമുക്കൊരു പ്രിവ്യൂ കിട്ടുന്നു. ന്യൂ സെറ്റിങ്സ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ട്രീ കാർഡ്സ് കിട്ടും. ഇത് പ്രിവ്യൂ ആണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, അതിൻ്റെ സ്കെയിൽ റാൻഡമൈസേഷൻ കൊടുക്കുക, സ്പേസിങ് വേണമെങ്കിൽ കൊടുക്കുക, ഡെൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക, ടിൽറ്റ് റാൻഡമൈസേഷൻ, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിവിടെ വന്നിട്ടാണ് നമ്മൾ ട്രീസ് ആഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ട്രീസ് ടാബിൽ വരുന്നു, പ്രസ് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ളൊരു പൈൻ ട്രീസ്, ഞാൻ പൈൻ ട്രീസാണ് എടുക്കുന്നത് കേട്ടോ. എൻ്റെ റെൻഡറിങ് ടാബിലേക്ക് വരിക. കണ്ടോ, അതുകൂടാതെ ഇതിനകത്ത് വേറൊരു ഓപ്ഷനുണ്ട്. അതെന്തോന്നറിയാമോ? ഇപ്പോൾ നമ്മളിങ്ങനെ ക്യാമറയൊക്കെ തിരിച്ച് നോക്കുമ്പോൾ ഇതുണ്ടോ, ഇത് 2D പ്ലെയിൻ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് വരെ നമ്മൾ ഈ പാർട്ടിക്കിൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ഈ സ്കാറ്ററിങ്ങിൻ്റെ ഓപ്ഷനിൻ്റെ താഴെ ഇവിടെ ഒരു സാധനമുണ്ട്. ഇതിൽ ഐ ഡ്രോപ്പർ എടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ക്യാമറ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇനി ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും അതിനെ ഫേസ് ചെയ്തിരിക്കുള്ളൂ. ക്യാമറയ്ക്കകത്തുകൂടെ നമുക്ക് നോക്കാം. പിന്നെ ഉള്ളതാണ് ഈ പാഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ. പാഡിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആൽഫ ട്രീസിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ റെൻഡറിങ് ടൈം കുറയ്ക്കുക, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നത് മാത്രം റെൻഡർ ചെയ്താൽ പോലും എന്തിനാണ് ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ റെൻഡർ ചെയ്യുന്നത്? അങ്ങനെ ഞാൻ ഈ ആഡൺ ഉപയോഗിച്ച് ഞാനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു എൻ്റെ ഫോണിലെ വാൾപേപ്പറായിട്ട് ഉപയോഗിക്കാൻ. അതാണ് ഇത്. അപ്പോൾ ഇതുപോലത്തെ ബ്ലെൻഡർ ആഡൺസ്, ടിപ്സ് ആൻഡ് ട്രിക്സ്, പെട്ടെന്നുള്ള ട്യൂട്ടോറിയൽ, വലിയ ട്യൂട്ടോറിയൽസ്, അതുപോലെ എനിക്കറിയാവുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. കുറച്ച് പേര് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബറിലേക്ക് കടക്കും. അതൊരു വലിയ മൈൽ സ്റ്റോണാണ് എനിക്ക്. ഇനിയും ഇതുപോലെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഗ്യാപ്പൊക്കെ ഉണ്ടായെന്ന് വരും. എനിവേ, ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.